ഹലോ ഡേയ്സ്. അപ്പം നമ്മൾ കോയഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഓൾറെഡി ഒരു മെത്തേഡ് പഠിച്ചു, കോൾ പിയേഴ്സൺസ് കോയഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് പഠിക്കാനുള്ളത് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാഷ്വൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി, അതിൻ്റെ ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ ആ വേരിയബിൾസിന്റെ വാല്യൂസിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആ വേരിയബിൾസിന്റെ ഡയറക്ഷൻ ആണ്. അതായത് അതിന്റെ കൂടുകയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ കുറയുകയാണോ ചെയ്യുന്നത്, ആ ഒരു ഡയറക്ഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡ് പ്രകാരം നമുക്ക് കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് R is equal to പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് n ഡിവൈഡഡ് ബൈ n. ഇതില് c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഡി എക്സ് ഡി വൈ കോളം കണ്ടുപിടിക്കുമ്പോൾ ആ ഡി എക്സ് ഡി വൈ കോളത്തിൽ എത്ര പ്ലസ് സൈൻസ് ഉണ്ട് അതിന്റെ നമ്പറിനെയാണ് നമ്മൾ സി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് കൺകറന്റ് ഡീവിയേഷൻ. ഇനി അടുത്തത് എൻ ആണ്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ കമ്പയർഡ്. അതായത് നമ്മൾ പെയേഴ്സ് ആയിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യുക. അപ്പൊ എത്ര പെയേഴ്സ് ഉണ്ട് അതിന്റെ നമ്പറിനെയാണ് നമ്മൾ എൻ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇനി ഒരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലത്തിൽ ഇവിടെ കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. നമുക്ക് എക്സ് വേരിയബിൾ തന്നിട്ടുണ്ട്, വൈ വേരിയബിൾ തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂസും തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കോളംസ് വരയ്ക്കുക. 5 കോളം വരയ്ക്കുക. അതിൽ ഒന്നാമത്തെ കോളം എക്സ് കോളം, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് അതുപോലെ എടുത്തെഴുതുക. ദെൻ രണ്ടാമത്തെ കോളം വൈ കോളം, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് അതുപോലെ എടുത്തെഴുതുക. ദെൻ നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് ഡി എക്സ്, അതുപോലെ ഡി വൈ, പിന്നെ ഡി എക്സ് ഡി വൈ. ഇനി എങ്ങനെയാണ് ഈ ഡി എക്സ് കോളത്തിലെ വാല്യൂസ് കണ്ടുപിടിക്കുക എന്ന് പറയാം. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഡി എക്സ് കണ്ടുപിടിക്കുക. ഈ എക്സിലുള്ള ഓരോ വാല്യൂസിനെ പെയേഴ്സ് ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഓരോന്നിനും തൊട്ട് താഴെയുള്ള വാല്യൂസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ വാല്യൂ 20ആണ്. ഈ 20ന്റെ തൊട്ട് മുകളിൽ ഒന്നുമില്ല. അപ്പൊ ഇവിടെ കമ്പയർ ചെയ്യാനായിട്ട് ഒരു പെയർ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാല്യൂവിനെ നില്ലായിട്ട് എടുക്കുക. എപ്പോഴും തൊട്ട് മുകളിൽ കമ്പയർ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് വാല്യൂവിനെ നില്ലായിട്ട് എടുക്കുക. ഇനി അടുത്ത ചെയ്യേണ്ടത് 20ഉം 25ഉം കൂടെ കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ വാല്യൂ രണ്ടാമത്തെ വാല്യൂവിനെക്കാട്ടിലും രണ്ടാമത്തെ വാല്യൂ ഒന്നാമത്തെ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പ്ലസ് സൈൻ ഇടുക. ഇപ്പൊ 20ആണ് ഇവിടെ, 25ആണ് ഇവിടെ. 20നേക്കാൾ വലുതാണ് 25. അപ്പൊ എന്താ അവിടെ ചെയ്തു, കൂടുകയാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് സൈൻ ഇടേണ്ടത്, പ്ലസ് സൈൻ ആണ് ഇടേണ്ടത്. ഇനി അടുത്തത് 25ഉം 30ഉം കൂടെ കമ്പയർ ചെയ്യണം. അടുത്ത പെയറാണ്. 25 30ആയി, അപ്പൊ കൂടുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്ത് ഇടണം, പ്ലസ് സൈൻ ഇടണം. ദെൻ 30ഉം 15, 30 15ആയിട്ട് കുറഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് സൈൻ ഇടണം, ഇടാം, മൈനസ് സൈൻ ഇടണം. ദെൻ അടുത്തത് 15ഉം 28ഉം, 15 28ആയിട്ട് കൂടി. അപ്പൊ ഇവിടെ എന്ത് സൈൻ ഇടണം, പ്ലസ് സൈൻ ഇടണം. ദെൻ അടുത്തത് 28ഉം 32ഉം, അപ്പോ കൂടുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെയും എന്തിടുക, പ്ലസ് സൈൻ ഇടുക. ദെൻ 32 35ആയിട്ട് കൂടി. അപ്പൊ ഇവിടെ എന്ത് വരും, പ്ലസ് സൈൻ വരും. ദെൻ 35 17ആയിട്ട് കുറഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് സൈൻ ഇടുക, മൈനസ് സൈൻ ഇടുക. ദെൻ 17 29ആയിട്ട് കൂടി. അപ്പൊ ഇവിടെ എന്ത് സൈൻ ഇടുക, പ്ലസ് സൈൻ ഇടുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഡി എക്സ് കണ്ടുപിടിച്ചു. ഇതേപോലെ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, ഡി വൈ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം പറഞ്ഞ പോലെ ഫസ്റ്റ് വാല്യൂ എന്തായിരിക്കും, ഇല്ലായിരിക്കും. കാരണം ഇവിടെ തൊട്ട് മുകളിൽ കമ്പയർ ചെയ്യാനായിട്ട് പെയേഴ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഫസ്റ്റ് വാല്യൂ നമ്മൾ നില്ലായിട്ട് ഇടുന്നു. ഇനി അടുത്തത് കമ്പയർ ചെയ്യുമ്പോൾ 30 18 വാല്യൂന് എന്താ സംഭവിച്ചത്, കുറയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്തിടുക, മൈനസ് സൈൻ ഇടുന്നു. then അടുത്തത് 18ഉം 25ഉം, അപ്പോൾ കൂടുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ പ്ലസ് സൈൻ ഇടുന്നു. 25 10 കുറയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ മൈനസ് സൈൻ ഇടുന്നു. 10 30 കൂടുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ പ്ലസ് സൈൻ ഇടുന്നു. ദെൻ 30ഉം 25ഉം കുറയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ മൈനസ് സൈൻ ഇടുന്നു. ദെൻ 25 15 കുറയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ മൈനസ് സൈൻ ഇടുന്നു. ദെൻ 15 30 കൂടുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ പ്ലസ് സൈൻ ഇടുന്നു. ദെൻ 30 27 കുറയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ മൈനസ് സൈൻ ഇടുന്നു. ഇപ്പൊ ഡി എക്സും കണ്ടുപിടിച്ചു, ഡി വൈയും കണ്ടുപിടിച്ചു. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡി എക്സ് ഇൻറ്റു ഡി വൈ, ഡി എക്സ് ഡി വൈ കോളം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആദ്യത്തെ വാല്യൂ നില്ലായതുകൊണ്ട് ഡി എക്സ് ഡി വൈയിൽ നമ്മൾ നില്ല് എഴുതുന്നു. ഇനി നമ്മൾ സൈനുകളെയാണ് എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ
പ്ലസ് ഇൻറ്റു മൈനസ് ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? മൈനസ് ആണ് കിട്ടുക. ദെൻ പ്ലസ് ഇൻറ്റു പ്ലസ്, പ്ലസ് ഇൻറ്റു പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് കിട്ടും. ദെൻ മൈനസ് ഇൻറ്റു മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക പ്ലസ് ആണ്. ദെൻ പ്ലസ് ഇൻറ്റു പ്ലസ്, പ്ലസ് ഇൻറ്റു പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് കിട്ടും. ദെൻ പ്ലസ് ഇൻറ്റു മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസാണ് കിട്ടുക. എഗെയിൻ പ്ലസ് ഇൻറ്റു മൈനസ്, നമുക്ക് മൈനസ് വരും. ദെൻ എഗെയിൻ മൈനസ് ഇൻറ്റു പ്ലസ്, അപ്പോൾ മൈനസ് വരും. ദെൻ പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ് വരും. അപ്പൊ സൈനുകളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഈ ടേബിൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഇനി നമ്മൾ നോക്കേണ്ടത് സിയും അതുപോലെ എന്നും ഇതിന്റെ വാല്യൂ ആണ് നോക്കേണ്ടത്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഡി എക്സ് ഡി വൈ കോളത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് പ്ലസ് സൈൻസ്, അതിനെയാണ് നമ്മൾ സി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഡി എക്സ് ഡി വൈ കോളത്തിൽ ആകെ 3 പ്ലസ് സൈൻസ് ആണ് ഉള്ളത്. അപ്പൊ സിയുടെ വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇതിനടുത്തത് എൻ ആണ്. എൻ എന്ന് പറയുമ്പോൾ എത്ര പെയേഴ്സിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ടോട്ടൽ ഇവിടെ എത്ര വാല്യൂസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 വാല്യൂസ് ഉണ്ട്. പക്ഷെ ഈ 20നെ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. അതിനെ കമ്പയർ ചെയ്യാൻ മുകളിൽ വാല്യൂ ഇല്ല പറഞ്ഞുകൊണ്ട് ആ പെയറിനെ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഒരെണ്ണം കുറയ്ക്കും, 9 എണ്ണത്തിന് ഒരെണ്ണം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ 8 പെയേഴ്സിനെ തമ്മിലാണ് കമ്പയർ ചെയ്ത്. നമുക്ക് സിയും കിട്ടി, എന്നും കിട്ടി. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മുടെ ഇക്വേഷൻ എഴുതാം ആദ്യം. ആർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് ഒരു വലിയ ബ്രാക്കറ്റ് ഇടുക 2c മൈനസ് എൻ ഡിവൈഡഡ് ബൈ എൻ. ഇതെല്ലാം നമുക്ക് കിട്ടി. അപ്പൊ വീണ്ടും നമ്മൾ ഇക്വേഷൻ എഴുതുക പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു സി നമ്മൾ 3 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ 2 ഇൻറ്റു 3 മൈനസ് എൻ 8 ആണ്. അപ്പൊ മൈനസ് 8 ഡിവൈഡഡ് ബൈ 8. ദെൻ അതിന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വീണ്ടും പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് ഈ 2 ഇൻറ്റു 3 എന്തായി? 6 ആയി. അപ്പൊ 6 മൈനസ് 8 ഡിവൈഡഡ് ബൈ 8. ഇതിനെ വീണ്ടും സോൾവ് ചെയ്യുമ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 6 മൈനസ് 8 എന്ന് പറയുന്നത് എന്തായി? മൈനസ് 2 ഡിവൈഡഡ് ബൈ 8. ഇനി അതിനെ സോൾവ് ചെയ്യുമ്പോൾ is equal to പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് ഈ മൈനസ് 2/8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക മൈനസ് 0.25 ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ അത് സോൾവ് ചെയ്യുന്നു. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഈ മൈനസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ പ്ലസ് ഓർ മൈനസ് എന്നുള്ള വാല്യൂ ഇട്ടിരിക്കുന്നത്. മൈനസ് ആയാലും നമ്മൾ അതിനെ എന്താക്കിയിട്ട് എഴുതുക? പ്ലസ് ആയിട്ട് എഴുതുക. അപ്പൊ റൂട്ട് ഓഫ് 0.25. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ റൂട്ടിന്റെ ഫ്രണ്ടിലും ഒരു പ്ലസ് ഓർ മൈനസ് ഉണ്ട്. അപ്പൊ അവിടെ മൈനസ് വന്നാൽ നമ്മൾ എന്താക്കി എഴുതണം? പ്ലസ് ആക്കിയിട്ട് എഴുതണം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുക 0.5 എന്നാണ് ആൻസർ കിട്ടുക. ഇനി ഈ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് പോസിറ്റീവ് കോറിലേഷൻ ആണോ നെഗറ്റീവ് കോറിലേഷൻ ആണോ നോക്കാൻ വേണ്ടി ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ആൻസർ കിട്ടുന്നത് നമുക്ക് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, പ്ലസ് ഓർ മൈനസ് ഉള്ളത് കാരണം. പക്ഷെ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാൻ വേണ്ടി 2 കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ 2c ഗ്രേറ്റർ ദാൻ n ആണെന്നുണ്ടെങ്കിൽ ആർ എന്ന് പറയുന്നത്, കോറിലേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ 2c ലെസ് ദാൻ n ആണെന്നുണ്ടെങ്കിൽ ആർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇനി എന്താണ് ഈ 2c n? നമ്മുടെ ഇക്വേഷൻ നോക്കിയാൽ മതി. ഇവിടെ നോക്കിയേ, 2c നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് 6 ആണ്, n 8 ആണ്. അപ്പോൾ 6ഉം 8ഉം 2c ലെസ് ദാൻ 8 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കാം. 2c ലെസ് ദാൻ 8 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ട? 6 നെഗറ്റീവ് ആണ്. അപ്പോൾ വെറും 0.5 എഴുതിയാൽ പോരെ, എന്താ എഴുതേണ്ടത്? മൈനസ് 0.5 എന്നാണ് എഴുതേണ്ടത്. ഇനി നേരെ തിരിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ വന്നതെങ്കിൽ, ഗ്രേറ്റർ ആണ് വന്നതെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് എഴുതണം? 6 പോസിറ്റീവ് ആയിട്ട് എഴുതണം. ഓക്കെ,